Dear students, നമുക്ക് ഇന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള 3 വേജസ് പ്ലാനുകളാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഭാഗമാണ് ഇത്. പരീക്ഷയ്ക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ 3 വേജസ് പ്ലാൻ നമുക്ക് പറയാം. ഹാൾസേ പ്രീമിയം പ്ലാൻ, റോവൻ പ്രീമിയം പ്ലാൻ ആൻഡ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക്. അപ്പോ ലേബർ കോസ്റ്റ് നമുക്കറിയാം. എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റ് എലമെന്റ് മെറ്റീരിയൽ ആണ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ലേബർ. ലേബർ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട എലമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല, ലേബർ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. കാരണം നമുക്കറിയാം, മനുഷ്യ വിഭവമാണ്. അപ്പോ ഒരു കഴിവുറ്റ തൊഴിലാളിയെ കൂടെ നിർത്തുക എന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയത്തിന്റെ പ്രധാന ഘടകം. കഴിവുറ്റവരായ തൊഴിലാളികളാണ് ഒരു സ്ഥാപനത്തിന്റെ മികച്ച ആസ്തി എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് അവരെ കൂടെ നിർത്താനുള്ള പദ്ധതികൾ മാനേജ്മെന്റ് ആവിഷ്കരിച്ചു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടതൊന്നാണ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനത്തിൽ കാതലായ പ്രോത്സാഹനങ്ങൾ നടത്തുക. അപ്പോൾ അതിന് എഫിഷ്യന്റ് ആയ ഒരു വർക്കറെ കണ്ടെത്തുന്ന ഒരു വഴിയുണ്ട്. ആരാണ് ഒരു എഫിഷ്യന്റ് വർക്കർ, ആരാണ് എഫിഷ്യൻസി ഇല്ലാത്തവർ? അപ്പോൾ എഫിഷ്യന്റ് ആയ വർക്കറെ കണ്ടെത്തുക എന്നത് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കറെ കണ്ടെത്താൻ നമ്മൾ ചില പദ്ധതികളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് നൽകുന്ന വേജസ് നൽകുന്നതിന് വിവിധ പ്ലാനുകളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഹാൾസേ പ്ലാൻ, റോവൻ പ്ലാൻ, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ 3 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേതനം നൽകുന്നത് സാധാരണയായിട്ട് 2 സിസ്റ്റം. ഒന്ന് ഹവർ റേറ്റ് സിസ്റ്റവും മറ്റൊന്ന് പീസ് റേറ്റ് സിസ്റ്റവും. ജോലി ചെയ്യുന്ന സമയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ചെയ്ത സമയത്തിനുള്ള കൂലി കൊടുക്കുന്നതാണ് ഹവർ റേറ്റ് സിസ്റ്റം. എന്നാൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ വേതനം കൊടുക്കുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം. അങ്ങനെ 2 സിസ്റ്റം. അതില് നമ്മൾ ഹാൾസേ പ്ലാൻ ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഹാൾസേ പ്ലാൻ എന്ന് പറയാം. ഹാൾസേ പ്രീമിയം പ്ലാൻ ആണ് ഹാൾസേ. ഈ ഹാൾസേ പ്ലാൻ എന്ന് പറയുമ്പോൾ ഹാൾസേ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു വേജസ് സിസ്റ്റം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം പറയുന്നത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തൊഴിലാളി അവന്റെ കഴിവിന് ആനുപാതികമായിട്ട് അവന് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഇവന്റെ കഴിവിനെ നിശ്ചയിക്കാൻ വേണ്ടി ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കും. സ്റ്റാൻഡേർഡ് ടൈം ടു കംപ്ലീറ്റ് എ പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ. ആ സമയത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇവൻ നടത്തുന്നതെങ്കിൽ അവന്റെ എഫിഷ്യൻസിയാണ് അത് കാണുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ സമയമാണ് ഒരാൾ ആ ജോലി മുഴുവനാക്കാൻ എടുക്കുന്നതെങ്കിൽ അവൻ അത്ര എഫിഷ്യന്റ് അല്ലായിരുന്നു. അപ്പോ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കറെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു
സിസ്റ്റം, ആ ഒരു തോന്നൽ എഫിഷ്യൻ്റായ വർക്കർക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവന്റെ വേജ് പേയ്മെന്റിൽ ചില മാറ്റങ്ങൾ വരുത്തും, അവന് ബോണസ് കൊടുക്കും. അതാണ് ഹാൾസേ പ്രീമിയം പ്ലാൻ. അതിലെന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എത്ര മണിക്കൂറാണോ ജോലി ചെയ്തത് ആ മണിക്കൂറിനുള്ള വേതനം എന്തായാലും കിട്ടും, അഗ്രീഡ് ആണ്. കൂടാതെ അവൻ സേവ് ചെയ്ത സമയത്തിന് ബോണസ്, ആ സേവ് ചെയ്ത സമയത്തിന്റെ പകുതി സമയത്തിനുള്ള കൂലി വേതനം ബോണസ് ആയിട്ട് കൊടുക്കും. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാൾസേ പ്ലാൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പറയുന്നത് ഏർണിംഗ്സ് ഓഫ് എ വർക്കർ സമം T into R plus S minus T by 2 into R. ഇതാണ് ആ ഇക്വേഷൻ. ഇവിടെ ടൈലർ ഹാൾസേ പറയുന്നത് T എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ, ആക്ച്വൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാല് ഈ തൊഴിലാളി ജോലി ചെയ്യാൻ എടുത്ത സമയം, ജോലി ചെയ്ത സമയം എത്രയോ, ആക്ച്വൽ സമയം എത്രയോ അതാണ് ടി. അടുത്തതായിട്ട് ആർ എന്താണ്? ആർ റേറ്റ് പെർ ഹവർ, റേറ്റ് പെർ ഹവർ. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം, സ്റ്റാൻഡേർഡ് ടൈം. ഇതാണ് ഈ ഇക്വേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് ടൈം ടേക്കൺ, ആക്ച്വൽ ടൈം വർക്ക്. രണ്ട് റേറ്റ് പെർ ഹവർ. മൂന്ന് സ്റ്റാൻഡേർഡ് ടൈം. ഇനി ഇവിടെ നിങ്ങൾക്ക് ടി ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഇവൻ ജോലി ചെയ്ത സമയത്തിനുള്ള യഥാർത്ഥത്തിൽ എഗ്രി ചെയ്ത കൂലിയാണ് ടി ഇൻറ്റു ആർ. പ്ലസ് അതോടൊപ്പം ബോണസ് ആണ് ഈ കാണുന്നത്. എന്താ ബോണസ്? എസ് മൈനസ് ടി ബൈ 2. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം. സപ്പോസ് ഒരു ജോലി ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം 10 മണിക്കൂറാണെന്ന് വിചാരിക്കുക. 10 മണിക്കൂർ. എസ് മൈനസ് ടി, ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ജോലി ചെയ്യാൻ എടുത്ത സമയം. അവൻ ജോലി ചെയ്യാൻ 6 മണിക്കൂറാണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോ 10 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം, ജോലി ചെയ്യാൻ എടുത്ത സമയം 6 മണിക്കൂർ. എങ്കിൽ എസ് മൈനസ് ടി എത്രയാണ്? 10 മൈനസ് 6, അപ്പൊ 4. അപ്പോ ബൈ 2 അതിന്റെ പകുതി. അപ്പൊ 10 മൈനസ് 6 4, 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2. അതാണ് സേവ് ചെയ്ത സമയം. ആ സേവ് ചെയ്ത സമയത്തിന്റെ പകുതിയുടെ റേറ്റ് 50 രൂപയാണെങ്കിൽ 2 ഇൻറ്റു 50 രൂപ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം 10, ആക്ച്വൽ ടൈം 6, റേറ്റ് പെർ ഹവർ 50 ആണെന്ന് വിചാരിക്കും. സ്റ്റാൻഡേർഡ് ടൈം 10, ആക്ച്വൽ ടൈം 6, റേറ്റ് 50. അങ്ങനെയാണെങ്കിൽ ഈ വർക്കറുടെ ഏർണിംഗ്സ് അണ്ടർ ഹാൾസേ പ്ലാൻ എങ്ങനെ വരും നോക്കാം. ഇവിടെ ടി ഇൻറ്റു ആർ, ടി മീൻസ് ആക്ച്വൽ ടൈം, 6 ഇൻറ്റു ആർ 50 പ്ലസ് കൂടാതെ ബോണസ്. എന്താ ബോണസ്? എസ് മൈനസ് ടി. എസ് എന്ന് പറയുന്നത് ഇവിടെ 10 മൈനസ് ടി എന്ന് പറയുന്നത് 6 ബൈ 2. ഇതിങ്ങനെ ബ്രാക്കറ്റിലാക്കാം. ഇൻറ്റു ആർ, റേറ്റ് 50. അങ്ങനെ വരുമ്പോൾ സമം 300 പ്ലസ് 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 4, 4ന്റെ പകുതി 2, 2 ഇൻറ്റു 50 സമം 400 രൂപയാണ് ഇയാൾക്ക് കൂലി കിട്ടുന്നത്. ആക്ച്വലി ഇയാൾക്ക് ബോണസ് ഇല്ലായിരുന്നെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്താൽ 300 രൂപയാണ് കിട്ടുക. അയാളുടെ എഫിഷ്യൻസിക്കുള്ള ബോണസ് കൂടി വന്നപ്പോൾ 400 രൂപ കിട്ടി. ഇത് അയാൾക്കുള്ള ഒരു അംഗീകാരമാണ്. ഇതാണ് ഹാൾസേ പ്ലാൻ. ഹാൾസേ പ്ലാൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇനി വരാം.
നെക്സ്റ്റ് വരുന്നത് റോവൻ പ്ലാൻ. ഹാൾസേ പ്ലാൻ പോലെ തന്നെ റോവൻ പ്ലാൻ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഹാൾസേ പ്ലാൻ പറയുന്നത് ചെയ്ത സമയത്തിന്റെ കൂലി പ്ലസ് ബോണസ്. റോവൻ പറയുന്നത് ചെയ്ത സമയത്തിന്റെ കൂലി പ്ലസ് ബോണസ് ഫോർ ദ ടൈം സേവ്. അത് ഹാൾസേ പറയുമ്പോ സേവ് ചെയ്ത സമയത്തിന്റെ പകുതി സമയത്തിനുള്ള കൂലിയാണ് ബോണസ്. റോവൻ പറയുമ്പോൾ സേവ് ചെയ്ത സമയം സ്റ്റാൻഡേർഡ് സമയത്തിന്റെ എത്ര ഭാഗമാണോ അഥവാ എത്ര പെർസെന്റേജ് ആണോ ആക്ച്വൽ വേജിന്റെ അത്ര ഭാഗം ബോണസ് കൊടുക്കണം. അപ്പോ സേവ് ചെയ്ത സമയം സ്റ്റാൻഡേർഡ് ടൈമിന്റെ എത്ര ഭാഗമാണോ ആക്ച്വൽ വേജിന്റെ അത്ര ഭാഗം ബോണസ് കൊടുക്കണം. ഉദാഹരണം, സേവ് ചെയ്ത സമയം സ്റ്റാൻഡേർഡ് സമയത്തിന്റെ 1/5 ആണെങ്കിൽ 1/5 ആണ്, 1/5 ആണെങ്കിൽ ആക്ച്വൽ വേജ് T/R 500 ആണ് കിട്ടുന്നതെങ്കിൽ ആ 500ന്റെ 1/5 100 രൂപ അഡീഷണൽ ബോണസ്. അത് കണ്ടുപിടിക്കാൻ വരുന്ന ഇക്വേഷൻ ഇതാണ്. ഏർണിംഗ്സ് is equal to T into R. ആൾസേക്ക് പറഞ്ഞ അതേപോലെ തന്നെ പ്ലസ് ഇനിയാണ് ഇതാണ് ആക്ച്വൽ വേജ് പ്ലസ് ബോണസ്. ബോണസ് എങ്ങനെയാണ്? സേവ് സമയം ഏതാണ്? S minus T. സേവ് ചെയ്ത സമയം സ്റ്റാൻഡേർഡ് സമയത്തിന്റെ എത്ര ഭാഗമാണ്? S minus T by S. അപ്പൊ സേവ് ചെയ്ത സമയം സ്റ്റാൻഡേർഡ് സമയത്തിന്റെ എത്ര ഭാഗമാണ്? എങ്ങനെയാണ്? S minus T by S. അത്രയും ഭാഗം എന്തിന്റെ? T into R into T into R. ഇതാണ് റോവൻ പ്ലാൻ പ്രകാരമുള്ള ഏർണിംഗ്സ് ഓഫ് എ വർക്കർ കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? T into R plus S minus T by S into D into R. T എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ, ആക്ച്വൽ ടൈം ടേക്കൺ. R എന്ന് പറഞ്ഞാൽ റേറ്റ് പെർ അവർ. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തു. ടൈം ടേക്കൺ എത്രയെന്ന് പറഞ്ഞത് 6 മണിക്കൂർ. റേറ്റ് പറഞ്ഞ എത്രയായിരുന്നു? 50. സ്റ്റാൻഡേർഡ് ടൈം പറഞ്ഞത് 10. അപ്പോ ഇവിടെ T into R, T എത്രയാണ്? T ടൈം ടേക്കൺ 6 into R റേറ്റ് 50 പ്ലസ് S minus T, S 10 minus T 6 by standard time 10 into T into R 6 into 5. ഇതാണ് ഇക്വേഷൻ. ഇവിടെ 6 into 9 300 പ്ലസ് 10 minus 6 4 4/10 4/10 into T into R 300 എന്ന് പറഞ്ഞാൽ എത്ര വരും? 300ന്റെ 4/10 10 കൊണ്ട് ഹരിച്ചാൽ 30 വരും. 30 into 4 120. അപ്പൊ 300 പ്ലസ് 4/10 300 into 4/10 0 0 പോയി 30 30 into 4 120 സമം 420. നമ്മൾ നേരത്തെ ചെയ്തപ്പോ 400 ആയിരുന്നു തോന്നുന്നു കിട്ടിയത്. റോവൻ പ്ലാൻ വന്നപ്പോ 20 രൂപ ആയിരുന്നു 420. ഇതാണ് റോവൻ പ്ലാൻ. അപ്പോ ഹാൾസേ പ്ലാനും റോവൻ പ്ലാനും ഇക്വേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിലെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ബോർഡിൽ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കാം. സ്റ്റാൻഡേർഡ് ടൈം ടു കംപ്ലീറ്റ് എ ജോബ് 20 minutes. 20 മിനിറ്റ് ആണ് ഒരു ജോലി ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്. റേറ്റ് പെർ ഹവർ 60. സ്റ്റാൻഡേർഡ് ടൈം S 20 minutes. റേറ്റ് ആണ് എത്രയാ? 60 rupees. 60 per hour. In a week of 48 hours, 48 മണിക്കൂറുള്ള ഒരു ആഴ്ച. That means ദിവസത്തിൽ 8 മണിക്കൂർ വെച്ച് 6 ദിവസം 48 മണിക്കൂർ.
ജോലി ചെയ്തു. ആര്? എക്സും വൈയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ 48 മണിക്കൂർ കൊണ്ട് എക്സ് കംപ്ലീറ്റഡ് 174 ജോബ്. എക്സ് എത്രയാണ്? എക്സ് 174 ആൻഡ് വൈ കംപ്ലീറ്റഡ് 162. ടി എത്രയായിരുന്നു? ടി 47. കാൽക്കുലേറ്റ് ദ ഏർണിംഗ്സ് ഓഫ് വർക്കേഴ്സ് അണ്ടർ ഹാൾസെ പ്ലാൻ ആൻഡ് റോബൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. അതിലെ ഘടകങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി ഞാൻ ഇത് ക്വസ്റ്റ്യനായി ഇവിടെ എക്സ് എന്ന് പറയുന്ന വർക്കർ 48 മണിക്കൂർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് 174 ജോബാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 174 ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും, സ്റ്റാൻഡേർഡ് ടൈം എത്ര വേണ്ടി വരും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഒരു വർക്ക് ചെയ്യാൻ 20 മിനിറ്റ് ആണ് എങ്കിൽ 174 വർക്ക് ചെയ്യാൻ എത്ര മണിക്കൂർ വരും എന്നെങ്ങനെയാ കാണാം? സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ ഇൻ കേസ് ഓഫ് എക്സ് ആദ്യം നമ്മൾ എക്സിൽ എടുക്കുക. ഇൻ കേസ് ഓഫ് എക്സിന്റെ കേസ് ആദ്യം എക്സിന്റെ ആദ്യം എഴുതാം. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കും. സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് ടൈമേ തന്നിട്ടുള്ളൂ 20 മിനിറ്റ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്ത വർക്കിന്റെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കണം. എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെ കാണാം? ഇയാൾ ചെയ്ത വർക്ക് 174 ജോബാണ്. ഒരു ജോബിന് 20 മിനിറ്റ് ആണെങ്കിൽ 124 ജോബിന് 174 × 20. അത് മണിക്കൂറിലേക്ക് മാറ്റണമെങ്കിൽ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ആണല്ലോ ഉള്ളത്. അതാണ് സ്റ്റാൻഡേർഡ് ടൈം. എങ്ങനെ കാണും? സമം 58 മണിക്കൂറാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം 174 യൂണിറ്റ് അല്ലെ 174 ജോബ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 58 മണിക്കൂർ വേണം. ഓക്കെ. എന്നാൽ ഇയാൾ ഇവിടെ ചെയ്ത സമയം എടുത്ത സമയം ടി എത്രയാണ്? 48 മണിക്കൂർ കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തത്. 58 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 48 മണിക്കൂർ കൊണ്ട് ചെയ്തു. ഇയാളുടെ റേറ്റ് എത്രയായിരുന്നു? നമ്മൾ കണ്ടു റേറ്റ് 6. ഇനി എക്സിന്റെ ഏർണിംഗ്സ് അണ്ടർ ഹാൾസെ പ്ലാൻ പ്രകാരം നമ്മൾ ഹാൾസെ എന്താ ഇക്വേഷൻ? ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ബൈ 2 ഇൻറ്റു ആർ. അപ്പൊ ഇവിടെ ടി ടൈം ടേക്കൺ 48 ഇൻറ്റു ആർ 60 പ്ലസ് സ്റ്റാൻഡേർഡ് ടൈം 58 കണ്ടുപിടിച്ചതാണ് നമ്മൾ മൈനസ് ആക്ച്വൽ ടൈം 48 ബൈ 2 അഥവാ ഇൻറ്റു 1/2 ഇൻറ്റു എത്രയാ? 60. അപ്പൊ എത്ര വന്നു? 48 ഇൻറ്റു 60 4 6 24 2400 2880 പ്ലസ് 58 മൈനസ് 48 എന്ന് പറഞ്ഞാൽ 10 10/2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 60 300. അപ്പോ 2800 3180 ആണ് ഇയാളുടെ പ്ലാൻ ഏർണിംഗ്സ് അണ്ടർ ഹാൾസെ പ്ലാൻ. ഓക്കെ ആണോ? ഇനി ഇതേ സംഗതി റോബൻ പ്ലാനിൽ എങ്ങനെ വരും നോക്കാം. ഹാൾസെ പ്ലാൻ ഇങ്ങനെ വന്നു. അങ്ങനെയാണ് റോബൻ പ്ലാൻ എന്താ പറയുന്നത്? റോബൻ പ്ലാൻ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടി ഇൻറ്റു ആർ എത്ര തന്നെയാണ്? 48 ഇൻറ്റു 60 പ്ലസ് എസ് 58 മൈനസ് 48 ബൈ എസ് 58 ഇൻറ്റു ടി ഇൻറ്റു ആർ
48 ഇൻറ്റു 60 സമം 2780 പ്ലസ് 58 മൈനസ് 48 10/58 ഇൻറ്റു തന്നെ 2880 സമം എത്ര കിട്ടും നോക്കിയേ. അതാണ് റോമൻ പ്ലാൻ പ്രകാരമുള്ള 2880 പ്ലസ് 10/58 ഇൻറ്റു 2880 2880 പ്ലസ് 496.5 സമം 3305 3376.5 റോമൻ പ്ലാൻ പ്രകാരം ആ കൂട്ടുകൾ എക്സിന് കിട്ടുന്ന വാല്യൂസ്. ഓക്കെ, ഇതേ സംഗതി വൈയുടെ കേസിലേക്ക് വരാം. വൈയുടെ കേസിലേക്ക് വന്നാൽ അയാളുടെ സ്റ്റാൻഡേർഡ് ടൈം ആണ്. സ്റ്റാൻഡേർഡ് ടൈം വൈ ചെയ്ത് 162 ജോലിയാണ്. 162 ഇൻറ്റു 20/60. That means എത്ര വരും? 3 5 3 15 54 hours. ഓക്കെ, 162 വർക്ക് 20 മിനിറ്റ് വർക്ക് പ്രകാരം ചെയ്താൽ ഒരു വർക്കിന് 20 മിനിറ്റ് ആകുന്നത്. അങ്ങനെ 162 ജോബ് ചെയ്യാൻ 54 മണിക്കൂർ. കണ്ടത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇയാളുടെ ഏർണിങ്സ് എങ്ങനെ വരും? ആൾസേ പ്ലാൻ പറയാൻ ആദ്യം. ആൾസേ പ്ലാൻ എങ്ങനെ നോക്കും? T into R അല്ലെ, T into R plus S minus T by 2 into R. T 48 into R 60 plus 54 ആണ് മൈനസ് 48 by 2 into 60. ഇത് നേരത്തെ കിട്ടിയ അതേ തുക തന്നെയാണ്. 2880 ആക്ച്വൽ ടൈമിലുള്ള കൂലി പ്ലസ് 54 മൈനസ് 48 എത്രയാ? 48 6 54 6/2 3 3 into 60 180. അപ്പൊ ഇയാളുടെ എത്രയാ? 2880 3060. ഇതാണ് ഹാൾസേ പ്ലാൻ പ്രകാരം ഇയാളുടെ ഏർണിങ്സ്. ഓക്കെ, ഇതേ സംഗതി റോമനിലേക്ക് വന്നാൽ റോമൻ പ്ലാൻ എന്തായിരുന്നു? T into R മാറ്റമില്ല പ്ലസ് ബോണസ് S മൈനസ് T ബൈ S ആണ് വരുന്നത്. ബൈ 2 ന് പകരം S ഇൻറ്റു ഇതേ T into R വീണ്ടും ഇൻറ്റു T into R. അത് വന്നിട്ട് T into R വീണ്ടും ഞാൻ എഴുതണ്ടല്ലോ. T into R ഇതേ 2880 പ്ലസ് S മൈനസ് T 54 മൈനസ് 48 6 ബൈ 54 ഇൻറ്റു ഇതേ T into R 2880 സമം ചെയ്ത് നോക്കുക 3120. ഇതാണ് റോമൻ പ്ലാൻ പ്രകാരം ഇയാൾക്കുള്ള ഏർണിങ്സ്. അപ്പോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ കഴിയണം. ഇതൊന്ന് ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. ഇനി ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൂടി പറഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ പീസ് റേറ്റ് ആണ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കിയാൽ അതിന് ഒരു യൂണിറ്റ് എത്രയാണോ ചാർജ് അത് വെച്ചിട്ട് അവൻ 50 യൂണിറ്റ് ഉണ്ടെങ്കിൽ 50 ആ പീസ്. ഈ ഒരു രീതിയിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ടെയ്ലർ തൊഴിലാളിയുടെ എഫിഷ്യൻസിയെ ബിലോ സ്റ്റാൻഡേർഡ് എന്നും എബവ് സ്റ്റാൻഡേർഡ് എന്നും രണ്ടാക്കി. അതിന് ഒരു നിശ്ചിത
സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ട യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് നിശ്ചയിക്കും. ഒരു വർക്കർ ആ സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ താഴെയാണ് ആ സമയം കൊണ്ടുള്ള ഉൽപാദനമെങ്കിൽ അവൻ ബിലോ സ്റ്റാൻഡേർഡ് ആണ്, അവൻ എഫിഷ്യന്റ് അല്ല. എന്നാൽ ഒരു വർക്കർ സ്റ്റാൻഡേർഡ് ആയ യൂണിറ്റോ അതിന്റെ മേലെയോ ആണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ അവൻ എഫിഷ്യന്റ് ആണ് എന്നും. എബോവ് സ്റ്റാൻഡേർഡ്. അപ്പൊ ബിലോ സ്റ്റാൻഡേർഡ് എഫിഷ്യന്റ് അല്ല എന്നും എബോവ് സ്റ്റാൻഡേർഡ് എഫിഷ്യന്റ് ആണ് എന്നുമുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ടെയ്ലർ ഈ പീസ് റേറ്റ് സിസ്റ്റം വെച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, ബിലോ സ്റ്റാൻഡേർഡുകാരന് പീസ് റേറ്റിന്റെ 80% വേതനമായിട്ട് കൊടുക്കുന്നുള്ളൂ. എന്നാൽ എബോവ് സ്റ്റാൻഡേർഡ് എഫിഷ്യന്റ് പേഴ്സണ് റേറ്റിന്റെ 120% കൊടുക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു ദിവസം 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ്. എക്സ് എന്ന് പറയുന്ന ആള് 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, വൈ എന്ന് പറയുന്ന ആള് 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ആരാണ് എഫിഷ്യന്റ്? വൈ എഫിഷ്യന്റ് ആണ്. ആരാ ബിലോ സ്റ്റാൻഡേർഡ്? എക്സ് ബിലോ സ്റ്റാൻഡേർഡ്. ഒരു യൂണിറ്റിന് 5 രൂപയാണ് റേറ്റ് വേതനം എങ്കിൽ എക്സിന് കിട്ടുക, യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടുന്നത് 80 × 5 400 രൂപയാണ്. പക്ഷെ 400 കിട്ടുമോ? ടെയ്ലറുടെ നിർദ്ദേശപ്രകാരം, ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്രകാരം ഇവന് 400 കിട്ടില്ല. ഇവൻ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു 5 കിട്ടില്ല. അതിന്റെ എത്രയേ കിട്ടുള്ളൂ? 80%. 80/100 സമം എത്ര വരും? 400ന്റെ 80%. 320 രൂപയാണ് ഇവൻ വേജസ് കിട്ടുന്നത്. ശരിയല്ലേ? 80 × 5 400, 400ന്റെ 80% 320 രൂപയാണ്. യഥാർത്ഥത്തിൽ ഇവന് 400 രൂപ കിട്ടണമായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഇയാൾ എഫിഷ്യന്റ് അല്ല. അങ്ങനെ എഫിഷ്യന്റ് അല്ലാത്തൊരു വർക്കറിനുള്ള ഒരു പെനാൽറ്റി. എന്നാൽ വൈ ഇവിടെ 120 യൂണിറ്റ് ഉണ്ടാക്കിയത്, ഇയാൾ എഫിഷ്യന്റ് ആണ്. വൈക്ക് എങ്ങനെയാ കൊടുക്കുന്നത്? 5 രൂപയല്ല, അതിന്റെ 120% കൊടുക്കുന്നത്. അപ്പൊ എത്ര വരും? 5ന്റെ 120 6. അപ്പൊ ഇയാൾക്ക് 600 720 രൂപ അല്ലെ? 120 600 600ന്റെ 120% 720 രൂപ. നോക്കണം, 80 യൂണിറ്റ്. ഇവർ രണ്ടുപേരും ജോലി ചെയ്തത് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 മണിക്കൂർ. പക്ഷേ എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 80 യൂണിറ്റ് ആണ്. അപ്പോ ടെയ്ലർ പറഞ്ഞു, നീ ബിലോ സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് നിനക്ക് കിട്ടേണ്ട കൂലിയും കിട്ടൂല 320. എന്നാൽ വൈ 120, അവൻ എഫിഷ്യന്റ് ആണ്, അവന് 720 രൂപ. ഇതാണ് ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏതാണോ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ഒരു സമയം കൊണ്ട് ഉത്പാദിപ്പിക്കേണ്ട സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ആ സ്റ്റാൻഡേർഡ് യൂണിറ്റേക്കാൾ കുറവാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അവൻ ബിലോ സ്റ്റാൻഡേർഡ്, കൂടുതലാണെങ്കിൽ ബിലോ കാരന് കൊടുക്കുക. ഉത്പാദിപ്പിച്ച യൂണിറ്റ് ഇൻറ്റു യൂണിറ്റിന്റെ റേറ്റ് ഗുണിക്കണം 80%. 80/100. എബോവ് സ്റ്റാൻഡേർഡ് എഫിഷ്യന്റ് കൊടുക്കുക, ഉത്പാദിപ്പിച്ച യൂണിറ്റ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 120/100 120%. ഇതാണ് ഈ ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോ ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3 പ്ലാനുകൾ നമ്മൾ പറഞ്ഞു, ശ്രദ്ധിക്കുക. 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ഭാഗമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്.